ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് മത്തിയും കിഴങ്ങും ഇട്ടതാണ്. അപ്പോൾ കിഴങ്ങ് ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് മഞ്ഞളും പിന്നെ ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വേവിക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് അടച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ മത്തി ഉപ്പും മഞ്ഞളും മുളകും പെരക്കിയിട്ട് വെച്ചതാണ്. കുറച്ച് പുളി, നമ്മൾ മുളകിടുന്നതിൻ്റെ അത്ര പുളി വേണ്ട, കുറച്ച് പുളി ചേർത്തിട്ട് വേവിക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇത് തിളച്ചു. കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ കുറച്ച് വിശേഷങ്ങൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും വിട്ടുപോയി. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുക. കുറച്ചധികം വെള്ളം വെക്കുക. സാധാരണ മീൻ മുളകിടുന്നതിലും കൂടുതൽ കുറച്ച് വെള്ളം ചേർത്ത് വെക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് കിഴങ്ങിടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ചേരുവ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു 10-15 വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞ് ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചേർക്കുള്ളൂ. ലാസ്റ്റ് കടുകും വെളുത്തുള്ളിയും വറുത്തിടുക ചെയ്യാം. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് എത്ര കിഴങ്ങ് വേണോ അതിനനുസരിച്ചാണ് മത്തി എടുക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ മുളകിടുന്നതിനേക്കാളും കുറച്ചുകൂടി വെള്ളം വെക്കണം കൂടുതൽ. കണ്ടോ, ഉടയ്ക്കരുത്, അധികം ഉടയാൻ പാടില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ വെന്ത് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ജീരകം ചേർക്കാം. നമുക്ക് ഇനി കിഴങ്ങ് മാത്രമേ ഇതിലേക്ക് ഉണ്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇതിനകത്ത് 2 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ, അടച്ച് വെക്കാം. ഞാൻ ചെയ്യുന്നത് കിഴങ്ങ് മത്തിയിട്ട് വെക്കലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, കാരണം ഞാൻ മീൻ അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ച് പോയി. അപ്പോൾ ഞാനിത് എല്ലാം കൂടി മിക്സാക്കിയ സമയത്ത് വീഡിയോ പിടിക്കാന്ന് വെച്ച സമയത്ത് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട്സുമാർ 2 ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സുമാർ വന്ന സമയത്ത് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഈ കത്തിച്ച് വെച്ചിരിക്കുന്നത് ഇത് തിളച്ച് പോയി. അതുകൊണ്ടാണ് വീഡിയോ പിടിക്കുന്ന സമയത്ത് ഇത് തിളച്ചിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, മത്തിയും കിഴങ്ങ്. അപ്പോൾ കുഞ്ഞി മത്തി കുറച്ച് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുറിച്ച് ഫ്രഷ് എല്ലാം മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിഴങ്ങും കിട്ടിയിട്ട് അതും കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കിഴങ്ങ് ഇതാ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിട്ട സാധനം ഇവിടെ അടുപ്പത്ത് വെച്ചെടുക്കാം. ഇത് ഇട്ടിട്ടുണ്ട്. നമുക്ക് കിഴങ്ങ് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അധികം ഉടയണ്ട, നമുക്ക് ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് ലൂസ് വേണ്ടിക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പെല്ലാം നോക്കി കറക്റ്റായിട്ടുണ്ടെങ്കിൽ നോക്കാം. ഉപ്പും പുളിയെല്ലാം കുറച്ചുകൂടി ടൈറ്റാവുക. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ മത്തിയായതുകൊണ്ട് ഉടയും. സാധാരണ കുറച്ച് വെള്ളം മത്തിയാണെങ്കിൽ അങ്ങനെ ഉടക്കലില്ല. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നാടൻ കറിവേപ്പില. നമുക്ക് തുറന്ന് നോക്കാം. തിളച്ച് ഇതായിട്ടുണ്ടാവും. തിളക്കൊന്നും വേണ്ട, അതൊന്ന് തിളച്ച വെള്ളമായതുകൊണ്ട് അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇതാണ് ഇതിൻ്റെ പാകം. നമുക്കിനി ഇത് വാങ്ങി വെക്കാം. കറിവേപ്പില ഇറങ്ങിയിട്ടുണ്ട്, ഇനി വാങ്ങി വെക്കാം. അതിന് ചീനച്ചട്ടി വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ചധികം വെളിച്ചെണ്ണ ആവും. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി, കറിവേപ്പില, അരിമുളക്, ഓഫ് ചെയ്യാം. നമുക്ക് ഇതിനകത്തേക്ക് വറുത്തിടാം. അടിച്ചു വെക്കാൻ 2 മിനിറ്റ് ഇളക്കാം. അപ്പം ഇത് നല്ല മത്തിയും കിഴങ്ങും ഇട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ചോറ്, മീൻ പൊരിച്ച, ചീര വറുത്തത് എല്ലാം ഉണ്ടെന്ന്. സ്പെഷ്യലാണ്. മോൻ്റെ ഭാര്യയിലുള്ളതുകൊണ്ട് സ്പെഷ്യലാക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ കുഞ്ഞ് മത്തിക്കറി, കുഞ്ഞ് മത്തി ഇടുന്നു. അപ്പോൾ അതാ മത്തിക്കറി.
കറി ഒഴിച്ച് ഈ മത്തിയും കിഴങ്ങും കൊണ്ടത് വെറുതെ തിന്നാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത് മാത്രമല്ല പിന്നെ ചോറിന് തിന്നുന്നുണ്ടെങ്കിൽ മീനിൻ്റെ കറിയോടെ കൂട്ടിയിട്ട് തിന്നണം. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാൻ പോകുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.